ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും തോളോട് തോൾ ചേർന്ന് വർണ്ണവർഗ വിവേചനമില്ലാതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വേർതിരിവില്ലാതെ മനുഷ്യരെല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യരാൽ സമ്പന്നമായ മുണ്ടക്കോട്ട് കുരിശി ഗ്രാമം. ഇത് ഇല്ലായ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന ഈ മണ്ണിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നാട്ടുകാരുടെ ഒരേ ഒരു സാമുദായിക സ്ഥാപനം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ മാധുര്യം പകർന്ന് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്ന് തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന അറിവിന്റെ കേദാരമായ മുണ്ടക്കോട്ട് കുരിശി AMUP സ്കൂൾ. 1920 വരേങ്ങൽ പടുവം പാടത്ത് കുഞ്ഞൈമു എന്ന മഹാൻ അന്നത്തെ മുസ്ലിം കുട്ടികൾക്ക് ഓത്തുപഠിക്കാനായി തുടക്കം കുറിച്ചതായിരുന്നു. ഈ ഓത്തുപള്ളി കാലക്രമേണ 1931 സ്കൂളായി മാറിയ വിദ്യാലയം പിന്നിട്ടത് ഒരു നൂറ്റാണ്ടിന്റെ അനുഭവപൂർണമായ വഴിത്താരകളായിരുന്നു. 1931 VM കുഞ്ഞൈമുവിന്റെ അധീനതയിൽ സ്കൂളായി തുടക്കം കുറിച്ച ഈ സാമുദായിക സ്ഥാപനത്തെ അദ്ദേഹത്തിന്റെ മരണശേഷം 1958 മുതൽ പ്രിയപുത്രി ആയിഷക്കുട്ടിയമ്മയായിരുന്നു പിന്നീട് സ്കൂളിനെ നയിച്ചിരുന്നത്. 2013 ആയിഷക്കുട്ടിയമ്മയുടെ വിയോഗത്തിന് ശേഷം ഇന്ന് ഈ വിദ്യാലയ മുത്തശ്ശി ആ പരമ്പരയിലെ തന്നെ VM അബൂബക്കറിന്റെ കരങ്ങളിൽ ഏറെ മികവോടെ തിളങ്ങി നിൽക്കുമ്പോൾ ഇന്ന് 94ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ സരസ്വതി ക്ഷേത്രം. ഇത് സരസ്വതി ടീച്ചർ. 1969 മെയ് 25 പറളിയിലെ വിളയച്ചന്മാരിൽ കൃഷ്ണൻകുട്ടിയുടെയും രുക്മിണിയുടെയും 3 മക്കളിൽ ഒരാളായി ജനനം. ഉപരിപഠനം പാലക്കാട് മേഴ്സി കോളേജിലും ബാംഗ്ലൂരിലും പൂർത്തിയാക്കിയ ശേഷം 1993 മാർച്ച് 27 മുണ്ടക്കോട്ട് കുരിശി AMUP സ്കൂളിൽ അധ്യാപികയായി ജോയിൻ ചെയ്തു. വിവിധ കോളേജുകളിൽ നിന്നും തനിക്ക് ലഭിച്ച വിദ്യാഭ്യാസ പ്രക്രിയയുടെ പാഠഭേദങ്ങൾ സ്വന്തം അനുഭവങ്ങളിൽ ചാലിച്ച് സരസ്വതി ടീച്ചർ തന്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. അതോടൊപ്പം തന്നെ വിദ്യാലയത്തിന്റെ മികവിലും വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന സരസ്വതി ടീച്ചർ അവരുടെ ഇച്ഛാശക്തിയും കഠിന പ്രയത്നവും കൊണ്ടും തന്റെ വിദ്യാലയത്തെ സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള ഹരിതജ്യോതി പുരസ്കാരം നേടിക്കൊടുത്തു. ഇതോടൊപ്പം ടീച്ചർക്ക് മികച്ച സീഡ് കോർഡിനേറ്റർക്കുള്ള അവാർഡ് ലഭിച്ചു. മുണ്ടക്കോട്ട് കുരിശി മുറ്റേക്കാട് നിന്നും കിഷോർ തന്റെ വല്ലഭനായി വന്നതോടെ സരസ്വതി ടീച്ചറുടെ കർമ്മജീവിതം കൂടുതൽ തെളിവിറ്റതായി. മക്കളായ കീർത്തിയും കിരണും അമ്മയെപ്പോലെ പുതിയ തലമുറകൾക്ക് വെളിച്ചമേകുന്ന അധ്യാപന പാതയിലേക്ക് ചേക്കേറി. 3.5 പതിറ്റാണ്ട് കാലം നിരവധി കുഞ്ഞുങ്ങൾക്ക് അക്ഷരമധുരം പകർന്നു നൽകി. തന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പടിയിറങ്ങുന്ന സരസ്വതി ടീച്ചർ ഈ വിദ്യാലയ കാലമത്രയും തന്റെ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ഒരു അധ്യാപികയ്ക്കും അപ്പുറം ഒരു വാത്സല്യനിധിയായ അമ്മ കൂടിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇത് ഷീബ ടീച്ചർ, നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപിക. 1969 ജൂൺ മാസം 1-ാം തീയതി പത്തനംതിട്ടയിലെ ചെരുവ് പുരയിടത്ത് വീട്ടിൽ വാസുക്കുട്ടിയുടെയും സുഭാഷിണിയുടെയും 3 പെൺമക്കളിൽ ഒരാളായി ജനനം. ഷീബ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറുടെ അമ്മ സുഭാഷിണി ടീച്ചറെ ഈ വിദ്യാലയം ഇവിടുത്തെ പഴയ തലമുറയും അറിയാതെ ഓർത്തുപോകും. കാരണം ഒരു പത്തനംതിട്ടക്കാരിയാണെങ്കിലും സുഭാഷിണി ടീച്ചർ ഈ മുണ്ടക്കോട്ട് കുരിശിക്കും നാട്ടുകാർക്കും അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. ടീച്ചറായി ചുമതലയേൽക്കും മുമ്പേ അമ്മ സുഭാഷിണി ടീച്ചറുടെ വിരൽത്തുമ്പിൽ തൂങ്ങിപ്പിടിച്ചായിരുന്നു ഷീബ എന്ന ആ കൊച്ചു മിടുക്കി ആദ്യമായി മുണ്ടക്കോട്ട് കുരിശി AMUP സ്കൂളിന്റെ പടിവാതിൽ എത്തിയത്. പിന്നീട് സ്കൂളിന്റെ തിരുമുറ്റത്ത് അവളും അമ്മയുടെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ആദ്യാക്ഷരങ്ങൾ ചൊല്ലിപ്പഠിച്ചു. ഷൊർണൂരിലെ സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്നും അവൾ PG പഠനം പൂർത്തിയാക്കി. ശേഷം സ്വന്തം നാടായ പത്തനംതിട്ടയിലെ റാന്നിയിൽ നിന്നും TTCയും പൂർത്തീകരിച്ചു. 1988 ജൂൺ 22 അവൾ അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന അമ്മയുടെ മകൾ എന്നതിലപ്പുറം അമ്മയുടെ ഒരു വിദ്യാർത്ഥിനിയായി പഠിച്ച അതേ സ്കൂളിൽ അമ്മയോടൊപ്പം ഒരു ടീച്ചറായി അവളും ജോയിൻ ചെയ്തു. അങ്ങനെ അവൾ മുണ്ടക്കോട്ട് കുരിശി AUP സ്കൂളിന്റെ വിദ്യാർത്ഥിനിയിൽ നിന്നും മുണ്ടക്കോട്ട് കുരിശി AUP സ്കൂളിന്റെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷീബ ടീച്ചറായി മാറി. വസന്തവും ശിശിരവും മാറി മാറി വന്നു. വർഷങ്ങൾ പിന്നിട്ടു. ഷീബ ടീച്ചറെ വാണിയംകുളത്തെ ഏലംകുളത്ത് വീട്ടിലെ കൃഷ്ണദാസ് വിവാഹം ചെയ്തതോടെ ടീച്ചറുടെ ജീവിതം പിന്നെയും സമ്പന്നമായി. എറണാകുളം ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാഹുലും ഖത്തറിലുള്ള രേഷ്മയും ടീച്ചറുടെ അരുമ സന്തതികളാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മറവിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാത്ത, ഓർമ്മയുടെ മനോമുഖുരങ്ങളിൽ നിന്നും തിങ്ങി വിളങ്ങി നിൽക്കുന്ന മധുര മനോഹര സുന്ദര സുരഭിലമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു ടീച്ചറുടെ സ്നേഹവും ഒപ്പം ഒരമ്മയുടെ സ്നേഹം വാരിക്കോരി കൊടുത്ത പരിചയപ്പെടുന്നവരിലെല്ലാം ഒരു നിത്യശോഭയായി തിളങ്ങി നിൽക്കുന്ന വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമായ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ.
നീണ്ട 37 വർഷത്തെ അധ്യാപക ജീവിതം പൂർത്തീകരിക്കുമ്പോൾ അതിലെ 4 വർഷക്കാലം ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപികയായി തുടരാനും ടീച്ചർക്ക് ഭാഗ്യം ലഭിച്ചു. ചോരൻ അപഹരിക്കാൻ കഴിയാത്ത അറിവിന്റെ നിവേദ്യം പകർന്നു നൽകി സരസ്വതി ടീച്ചർക്കൊപ്പം ഷീബ ടീച്ചറും ഈ വിദ്യാലയത്തിന്റെ പടികളിറങ്ങുകയാണ്.